ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഡാൽ കറിയാണ്. അതിനായി അരക്കപ്പ് അളവിൽ മസൂർ ഡാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടാനായി കുക്കറിൽ വളരെ കുറച്ച് വെള്ളം വച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ ഇതേ പരുവത്തിൽ വെന്ത് കിട്ടും. ഇനി കുറച്ച് സവാള എടുത്ത് ഇതുപോലെ അരിയാം. 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിയാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി എരിക്ക് ആവശ്യമായ പച്ചമുളകാണ് എടുക്കേണ്ടുന്നത്. അതും ചെറുതായി മുറിച്ച് വയ്ക്കാം. ഇനി വലിയ തക്കാളിയാണെങ്കിൽ അരമുറി തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ. കൂടെ കുറച്ച് മല്ലിയിലയും അതുകൂടി ചെറുതായി അരിഞ്ഞ് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിന് പകരം ഇവിടെ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകാതെ നോക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ടു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സൊറ പറയാം. തിരുവനന്തപുരത്തു നിന്ന് ട്രെയിൻ കയറുന്നത് വരെ എനിക്ക് ഈ ഡാൽ കറിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ഉച്ചയ്ക്ക് ചോറും കുറച്ച് മീൻകറിയും ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടുന്നത് ഊണിന്? അപ്പം പിന്നെ എന്ത് ഡാൽ കറി? പക്ഷേ ചെന്നെത്തുന്നിടത്ത് മീനൊന്നും കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അയ്യോ, ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. ഇനി നമുക്ക് വഴറ്റാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളിയുടെ കൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ഉള്ളി വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി കഥയുടെ ബാക്കി. മീനൊന്നും കിട്ടാതെ എന്ത് കറി വയ്ക്കുമെന്ന് ആലോചിച്ച് ഇന്ന് കടകളിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പരിപ്പുകൾ മാത്രമാണ്. പിന്നെ ഇത് എങ്ങനെ വെക്കണമെന്നായി ചിന്ത. അങ്ങനെ അടുത്തുള്ള ഹിന്ദിക്കാരുടെ കൂടെയൊക്കെ ചോദിച്ച് ചെറിയൊരു അറിവുണ്ടാക്കി എടുത്തതിന് ശേഷം ഞാനും അങ്ങ് തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. ആ വെന്ത് വരുന്നവരെ കുറച്ച് സമയമുണ്ട്. നമുക്ക് നമ്മുടെ ബാക്കി കഥ പറയാം. ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടേ, അതുകൊണ്ട് കഥ നമുക്ക് പിന്നെ പറയാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് തിളവന്നാൽ അതിലേക്ക് കറി മസാല ആഡ് ചെയ്യാം. കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡാൽ കറി തയ്യാറായി. ഇത്രയേ ഉള്ളൂ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഡാൽ കറി. അപ്പോഴേ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.